ഇത് ഈ ഒരു പരസ്യം കണ്ട ഇത് നാട്ടിൽ എയർപോർട്ടിന്റെ അടുത്തൊക്കെ ഉള്ള ഒരു ചോക്ലേറ്റിന്റെ കടയാണ്. ഇത് എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു, ഇതിപ്പോ ഒന്നല്ല കുറെ ആയി അയച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞ് ഞാൻ നാട്ടിൽ പോകുന്നുണ്ട് അടുത്ത ആഴ്ച, അപ്പോൾ ലഗേജ് കൂടുതലാണ്, ഞാൻ ചോക്ലേറ്റ് നാട്ടിൽ നിന്ന് മേടിക്കാന്ന് വിചാരിക്കുന്നുണ്ട്. ഇവർ ഒരുപാട് പരസ്യങ്ങളൊക്കെ കാണുന്നുണ്ട്, ഗൾഫിന്റെ അതേ സാധനമാണെന്നൊക്കെ പറയുന്നുണ്ട്, എന്താണ് എന്റെ അഭിപ്രായം? ഞാൻ പറഞ്ഞു നോക്കടാ, നോക്കിയിട്ട് മേടിക്കുന്നു പറഞ്ഞു. ഞാൻ ഐഡിയിൽ കയറി നോക്കുമ്പോൾ ആള് പറയുന്നുണ്ട് ഗൾഫിന്റെ സാധനമാണ്, അതേ റേറ്റ് വലിയ കൂടുന്നില്ല, അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആള് നാട്ടിൽ പോയിട്ട് നാട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് ആ വീട്ടിലെത്തിയതിന്റെ ശേഷം ഓർഡർ ചെയ്തത്, പോകുമ്പോൾ മേടിച്ചിട്ട് പോയതല്ല. അങ്ങനെ ആൾക്ക് 4-5 ദിവസത്തിൻ്റെ ഉള്ള സാധനം വീട്ടിലേക്ക് കിട്ടിയിട്ട് സാധനം പൊട്ടിച്ചിട്ട് എടുത്ത ചോക്ലേറ്റ് എടുത്തപ്പോൾ ആളെ എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു എടാ പെട്ടു എന്ന് ചോദിച്ചാൽ എന്താണെന്ന് വെച്ചു, വെറും 7-ാം കൂലി സാധനമാണ്, ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു നീ 8-10 രൂപ കൊടുത്തിട്ട് മേടിച്ചല്ലേ, ആണ് എന്താ ചെയ്യാന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ പറഞ്ഞ നമ്പർ തന്നു പറഞ്ഞു, ഞാൻ അങ്ങോട്ട് അവരോട് വിളിച്ചിട്ട് അപ്പൊ അവര് കടയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന്. അത് പറയുമ്പോൾ ഫോൺ കട്ടാക്കുന്നു, പിന്നെ അതിനൊരു റീപ്ലൈയും തരുന്നില്ല, ഇവരെ ഇൻസ്റ്റയിൽ കയറിയിട്ട് മെസ്സേജ് ഇട്ട് ഒന്നും തരുന്നില്ല. അതിന് ശേഷം ഞാൻ ഒരു പണിയെടുത്ത് ഇയാളെ 4-5 വീഡിയോയിൽ കയറിയിട്ട് ഞാൻ കമന്റ് ചെയ്തു. ഞാൻ കമന്റ് ചെയ്തത് ഇന്ത്യന്റെ പ്രൊഡക്റ്റ് ആണ്, ആരും പറ്റിക്കപ്പെടരുത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഇന്നലെ അയാൾക്ക് കുരുവട്ടി കണ്ട, വീട്ടുകാരെ വിളിച്ചിട്ടാണ് കമന്റിന് മറുപടി തന്നിട്ടുള്ളത്. കമന്റ് ഇട്ട് അയാൾ അപ്പം തന്നെ അത് ഡെലിറ്റും ചെയ്ത് പക്ഷേ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, അതായത് ഗൾഫിന്റെ ചോക്ലേറ്റോ അതുപോലെ തന്നെ പിസ്ത ആണെങ്കിലും ബദാം ആണെങ്കിലും ഇവിടെ കിട്ടുന്ന ആ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് നാട്ടിൽ കൊടുക്കണമെങ്കിൽ ഇവിടെ നമ്മൾ മേടിക്കുന്നതിന്റെ മുകളിൽ പൈസ കൊടുക്കേണ്ടി വരും. അല്ലാതെ ഈ ഒരു പൈസക്ക് അവർക്ക് നാട്ടിൽ നിന്ന് ഈ ഒരു പ്രൊഡക്റ്റ് ഒരിക്കലും തരാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പൊ നാട്ടിൽ നിന്ന് ഇവർ തരുന്നത് ഇന്ത്യന്റെ പ്രൊഡക്റ്റ് ആണ്, ഡ്യൂപ്ലിക്കേറ്റ് ആക്കിയിട്ട് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അടിച്ചിട്ട് തരുന്നതാണ്. അപ്പൊ ആരും പോയി പെട്ടുപോകരുത്. ഇവിടുന്ന് മേടിച്ചിട്ട് പെട്ടുപോയ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും.